അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പുതിയ ഇൻഡക്ഷൻ കുക്കർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. ഓൺലൈനിലും ഷോപ്പുകളിൽ നിന്നും ഇൻഡക്ഷൻ കുക്കർ മേടിക്കാൻ നമുക്ക് കിട്ടുന്നതാണ്. ഷോപ്പുകളിൽ നിന്നും മേടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിന് ആഫ്റ്റർ സർവീസ് വളരെ കൂടുതലുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇൻഡക്ഷൻ കുക്കർ നമ്മൾ ഏത് ഷോപ്പിൽ നിന്നാണോ മേടിക്കുന്നത് അവരോട് കറക്റ്റായിട്ട് ചോദിക്കുക, ഈ കമ്പനിക്ക് നമ്മുടെ ഏരിയയിൽ കറക്റ്റ് സർവീസ് കിട്ടുന്നത് ആണോ എന്ന്. വാറണ്ടി കൂടുതലുള്ളതും വില കുറഞ്ഞതുമായ ഇൻഡക്ഷൻ കുക്കർ മേടിക്കുന്നതായിരിക്കും നല്ലത്. 1200 മുതൽ 2400 വരെയുള്ള വാട്ട്സ് വരെയുള്ള ഇൻഡക്ഷൻ കുക്കർ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ്. വാട്ട്സ് കുറഞ്ഞ ഇൻഡക്ഷൻ കുക്കറിന് ടൈം കൂടുതൽ എടുക്കുന്നതാണ്. വാട്ട്സ് കൂടുതലുള്ളതാണെങ്കിൽ വളരെ കുറഞ്ഞ ടൈമിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഡക്ഷൻ കുക്കർ കറക്റ്റായിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള പ്ലഗിൽ കുത്താനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ കമ്പനിയുടെ ഇൻഡക്ഷൻ കുക്കറിലും ഇതുപോലെ ഒരു റൗണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ റൗണ്ടിന് പുറത്തേക്ക് നിൽക്കുന്ന പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ്. ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ചെറിയ പാത്രം വെച്ചിട്ടുണ്ടെങ്കിലും അത് നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ഫിക്സ് ആകുന്ന പാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻഡക്ഷൻ കുക്കറിന് കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഇതിൻ്റെ അടിയിൽ ഇതുപോലൊരു ഹോളുണ്ട്. ഈ ഹോളുകൾ വഴി പാറ്റ അകത്ത് കയറിയിട്ടാണ് കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ പാറ്റ ചോക്കോ ലോഷനോ തേച്ച് പാറ്റ കയറാതെ ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു ഫാൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈർപ്പം കൂടുതലുള്ള സ്ഥലത്ത് വെച്ച് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാതിരിക്കുക. ഈ ഫാന് അകത്തേക്ക് ഈർപ്പം വലിച്ചെടുത്തിട്ട് ഇതിൻ്റെ ബോർഡിന് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദം ആയി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂട്ടുകാരാകാൻ മറക്കല്ലേ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മളെ പുതിയ വീഡിയോ ചെയ്യാനായിട്ട് വീണ്ടും പ്രേരിപ്പിക്കുന്നത്.